ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നോട് എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മിസ്സാകുന്നത് അല്ലെങ്കിൽ നമുക്ക് മിസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന്. അത് ഇങ്ങനത്തെ ചില വിളികളാണ്. ചാക്കോച്ചൻ, മറിയാമ്മ. കാരണം വേറെ ആരും നമ്മളെ വിളിക്കാത്ത പേരുകളാണ് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ പേരുകൾ. വെറും പേരുകൾക്കപ്പുറം നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ചിരിക്കുന്ന വിശുദ്ധരാണ് ഇവരെല്ലാവരും. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണാൻ പോകുന്നതും ഇത്തരത്തിലുള്ള വിശുദ്ധരെക്കുറിച്ചാണ്. നമുക്ക് ഇവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട്, ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. എൻ്റെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധാത്മാക്കളെ, മാമോദീസായിൽ എനിക്ക് ലഭിച്ച ദൈവവരപ്രസാദം എൻ്റെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കൃപ എന്നിൽ നിറയാനായിട്ട് നിങ്ങളുടെ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമാറാകണമേ. എൻ്റെ ജീവിതവും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമീൻ. നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാമെന്ന് തോന്നുന്നു. 2015 നമ്മളെല്ലാവരും കണ്ട ഒരു സംഭവമായിരുന്നു. ഒരു കടൽക്കരയിൽ 21 ക്രിസ്ത്യാനികളെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും കോപ്റ്റിക് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ഒറ്റ ഡിമാൻഡേ അവരുടെ മുൻപിൽ വെച്ചുള്ളൂ: കർത്താവിനെ നിങ്ങൾ തള്ളിപ്പറയുവാണെങ്കിൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാം. പക്ഷേ അവരിൽ ഒരാൾ പോലും അതിന് തയ്യാറായില്ല. അങ്ങനെ ആ 21 പേരും യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ചു. ഈ അടുത്ത ദിവസം നമ്മൾ കണ്ട മറ്റൊരു ചിത്രമുണ്ടായിരുന്നു. മ്യാൻമാറിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ നേരെ, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ നേരെ പോലീസ് ലാത്തിചാർജ് നടത്തുന്ന സമയത്ത് സിസ്റ്റർ ആൻ റോസ് എന്ന് പറഞ്ഞുള്ള ഒരു കന്യാസ്ത്രീ അവരുടെ നേരെ കൈകൾ വിരിച്ചു നിന്നിട്ട് പറഞ്ഞു, എന്നെ ഉപദ്രവിച്ചുകൊള്ളൂ, അവരെ വെറുതെ വിട്ടുകൊള്ളൂ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് അപരനിലേക്ക്, അപരൻ്റെ വേദനകളിലേക്ക് സ്വാഭാവികമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പാഠവും അതുതന്നെയാണ്. വിശ്വാസത്തിൻ്റെ വീരസാക്ഷികൾ. ആദിമസഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അന്നു മുതൽ ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെയാണ് ക്രൈസ്തവ സഭ ഇന്ന് കാണുന്ന നിലയിൽ വളർന്നിരിക്കുന്നത്. ശിഷ്യന്മാരുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. യാക്കോബ് സ്ലിഹ ഹെറോദേസ് രാജാവിൻ്റെ സമയത്ത് വാളിന് ഇരയാക്കപ്പെട്ടു. അവിടം തൊട്ട് യോഹന്നാൻ ഒഴികെയുള്ള എല്ലാ സ്ലിഹന്മാരും രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ചെയ്തത്. ഇത് അവരെ സംബന്ധിച്ച് അതിശയകരമായ ഒരു കാര്യമല്ലായിരുന്നു. കാരണം ഈശോ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് തന്നെ ഈ മുന്നറിയിപ്പ് ഈശോ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് കാണാം, 2 വചനഭാഗങ്ങൾ കാണാം. യോഹന്നാൻ 15:20, അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. യോഹന്നാൻ 16:2, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അപ്പം ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അവരെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വേദനകൾ നിറഞ്ഞ മുൾക്കിരീടങ്ങളാണ്, അല്ലാതെ വരവേൽപ്പുകളൊന്നുമല്ലെന്ന്. പക്ഷെ അവർ സധൈര്യം ഈശോയെ പ്രസംഗിച്ച് മുന്നേറുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. സ്ലീഹന്മാരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഉള്ള ഒരു ആധികാരിക രേഖ ആയിട്ട് നമുക്ക് കരുതാവുന്നത് യൗസേബിയൂസ് എഴുതിയ ജീവചരിത്രമാണ്. അവിടെ സ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് വിവരിക്കുന്നുണ്ട്. അതുപ്രകാരം യോഹന്നാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യോഹന്നാൻ ഒഴികെയുള്ള എല്ലാ സ്ലീഹന്മാരും രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ചെയ്തത്. ഓരോരുത്തരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ യാക്കോബ് സ്ലിഹായുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. പത്രോസ് സ്ലിഹായുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പത്രോസ് സ്ലിഹായെ കുരിശുമരണത്തിനാണ് വിധിക്കുന്നത്. എന്നാൽ എൻ്റെ കർത്താവിനോട് ഒപ്പം കുരിശുമരണം സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ തല കീഴായിട്ടാണ് പത്രോസ് സ്ലിഹ മരണം വരിച്ചത്. അതുപോലെ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്ന തോമാസ് സ്ലിഹ മൈലാപ്പൂരിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ചെറിയ യാക്കോബ് ക്രിസ്തുവർഷം 62 ജെറൂസലേമിൽ വെച്ച് വധിക്കപ്പെട്ടതായിട്ട് യൂസേബിയൂസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഷിമിയോൻ, ബർത്തലോമിയ, പീലിപ്പോസ്, മത്തായി, യൂദാ തദേവൂസ്, മത്തിയാസ്, ഈ ശിഷ്യന്മാരെല്ലാം ഈശോയെ പ്രതി തങ്ങളുടെ ജീവൻ വെടിയുകയാണ് ചെയ്തത്. എന്നാൽ യോഹന്നാനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. യോഹന്നാനും മതപീഡനത്തിന് ഇരയായിട്ടുണ്ട്. യോഹന്നാൻ സ്ലിഹ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും പിന്നീട് എഫേസൂസിൽ വന്ന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ
മരണമടയുകയാണ് ചെയ്തത്. അവിടം തൊട്ട് സഭയുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒത്തിരി പേരുടെ കണ്ണീരിൽ നിന്നും ഒത്തിരി പേരുടെ രക്തത്തിൽ നിന്നുമാണ് സഭാതരു ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ തഴച്ച് വളർന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സഭയ്ക്ക് ഇത്രയേറെ മതപീഡനങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. മതപീഡന കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം പല കാരണങ്ങളാണ്. അത് ഓരോ പ്രദേശങ്ങളെയും ഓരോ സംസ്കാരങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാരതത്തിലേക്ക് കടന്നു വന്ന തോമാസ് ലീഹായെ സംബന്ധിച്ച് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമൂഹമായിരുന്നു, വളരെ പ്രബലമായിട്ട് ഉണ്ടായിരുന്ന സമൂഹം. അങ്ങനെ ഒരു സമൂഹത്തിലേക്ക്, അങ്ങനെ വ്യത്യസ്തമായൊരു സംസ്കാരത്തിലേക്ക് പുതിയ ഒരു ആശയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങളുണ്ടാവും. എന്നാൽ ആ ചില പ്രതികരണങ്ങളൊക്കെ അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറി അവർക്കൊക്കെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടതായിട്ടാണ് പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ശിഷ്യന്മാർ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്, ഈശോ പ്രധാനമായിട്ടും പ്രവർത്തിച്ച മേഖലകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റോമാ സാമ്രാജ്യത്തിനുള്ളിൽ നിൽക്കുന്ന മേഖലകളായിരുന്നു. ശിഷ്യന്മാരും അവരുടെ പ്രേക്ഷിത ദൗത്യം ആദ്യം ആരംഭിച്ചത് റോമാ സാമ്രാജ്യത്തിനുള്ളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ കണ്ടുമുട്ടുന്ന ആളുകളെല്ലാം യഹൂദരായിരുന്നു, കൂടുതൽ ആളുകൾ. യഹൂദരിൽ നമുക്കറിയാം സഭ അടിസ്ഥാനമായിട്ട് രൂപപ്പെട്ടതായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് പന്തക്കൊസ്താ ദിവസമാണ്. പന്തക്കൊസ്താ ദിവസം പത്രോസ് ലീഹായുടെ പ്രസംഗം കേട്ട് ഏകദേശം 3000-ഓളം ആളുകൾ ക്രിസ്ത്യാനികളായി മാറി. അവരിൽ വളരെയേറെ പേർ യഹൂദരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? യഹൂദരുടെ ഇടയിൽ ഈ സ്ലീഹന്മാർക്ക് എതിരായിട്ടുള്ള നീക്കങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. അവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പം യഹൂദരുടെ എതിർപ്പാണ് ക്രിസ്ത്യാനികൾ നേരിട്ട മതപീഡനത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഉള്ളത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ചക്രവർത്തിയാണ്. നമുക്കറിയാം, ഈശോയെ തന്നെ പരീക്ഷിക്കാനായിട്ട് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു നാണയം കാണിച്ചിട്ട് ഈശോയോട് ചോദിക്കുന്നുണ്ട്, സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണ്? അത് വളരെ തന്ത്രപരമായിട്ട് ഈശോയെ വാക്കിൽ കൊടുക്കാനായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അതായത് റോമൻ ചക്രവർത്തിമാരെ സംബന്ധിച്ച് അവരാണ് എല്ലാത്തിൻ്റെയും അധിപൻ. ദൈവത്തിനേക്കാൾ വലിയ സ്ഥാനം, അല്ലെങ്കിൽ ആ റോമാ സാമ്രാജ്യത്തിൻ്റെ ദൈവം എന്ന് പറയുന്ന റോമാ ചക്രവർത്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റോമാ സാമ്രാജ്യത്തിൻ്റെ പല ദിക്കുകളിൽ ക്രിസ്ത്യാനികൾ രൂപപ്പെട്ട് വന്നു തുടങ്ങിയപ്പം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന് ഒറ്റയുടയവനേ ഉള്ളൂ, അതവൻ്റെ ദൈവമാണ്. ദൈവത്തെക്കാൾ വലുതായിട്ട് അവന് ഒന്നിനെയും അംഗീകരിക്കാനോ ഏറ്റുപറയാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റോമൻ ചക്രവർത്തിമാരുടെയും അവരുടെ സിംബന്ധികളുടെയും ഒക്കെ എതിർപ്പിന് അത് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊരു കാരണമായിട്ട് പറയപ്പെടുന്നത് അന്നത്തെ ചില പുസ്തകങ്ങളാണ്. നമുക്കറിയാം, അന്നൊക്കെ ഈ പറയുന്നത് പോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നുമില്ല, എല്ലാം മാനുസ്ക്രിപ്റ്റുകളാണ്. എങ്കിൽ പോലും ഗ്രീക്ക് റോമൻ എഴുത്തുകാരുടെ പല രേഖകളിലും ക്രിസ്ത്യാനികളെ വളരെ പൈശാചികരമായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്കറിയാം, ആദിമസഭയുടെ സ്വഭാവം നമ്മൾ 3-ാമത്തെ പാഠത്തിൽ കണ്ടിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവർ അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ എന്താ സംഭവിക്കുന്നത്? ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വിഭജിക്കപ്പെടും. അതിനെ ഈ എഴുത്തുകാർ ചിത്രീകരിച്ചത് നരഹത്യയായിട്ടും, അതായത് മനുഷ്യ മാംസം കഴിക്കുന്നവരാണ് ഇവരെന്നൊക്കെയുള്ള രീതി ചിത്രീകരിച്ചു. കാരണം അവർക്ക് ആ ദൈവാനുഭവം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പം പ്രധാനമായിട്ടും ഈ 3 കാരണങ്ങളാണ് മതപീഡന കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. 1, യഹൂദരുടെ എതിർപ്പ്. 2, റോമൻ ചക്രവർത്തിയുടെയും റോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള എതിർപ്പുകൾ. 3, ഗ്രേക്കോ റോമൻ എഴുത്തുകാരുടെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ. പ്രധാനമായിട്ടും സഭയിൽ 10 മതപീഡനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ, അതായത് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലാണ് ഈ പ്രധാനപ്പെട്ട 10 മതപീഡനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ഏതൊക്കെയായിരുന്നു ആ ചക്രവർത്തിമാരെന്നും ആ കാലഘട്ടത്തിൽ ഈശോയെ പ്രതി ജീവൻ വെടിയേണ്ടി വന്ന രക്തസാക്ഷികളായി തീർന്നവരാരൊക്കെയാണെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നീരോ ചക്രവർത്തിയുടെ ഭരണകാലം മുതൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലം വരെ ഏകദേശം 10 മതപീഡനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീരോ ചക്രവർത്തിയാണ്. നീരോ ചക്രവർത്തിയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ, ഒരു സ്കൾപ്ചറാണ് നമ്മൾ കാണുന്നത്. 54 AD 54 മുതൽ 68 വരെയായിരുന്നു നീരോ ചക്രവർത്തിയുടെ ഭരണകാലം. ഈ നീരോ ചക്രവർത്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് AD 64 റോമാ സാമ്രാജ്യത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ നീരോ ചക്രവർത്തി തന്നെ ആസൂത്രണം ചെയ്തതായിരുന്നു. പക്ഷേ അതിൻ്റെ പഴി ക്രിസ്ത്യാനികളിൽ ചാർത്തിക്കൊണ്ട് ഒത്തിരി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാനായിട്ട് അന്ന് നീരോ ചക്രവർത്തി ശ്രമിച്ചു. അതിൽ 2 പ്രധാനപ്പെട്ട രക്തസാക്ഷികളാണ് ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. അപ്പം നീരോ ചക്രവർത്തിയാണ് ആദ്യത്തെ മതപീഡനം.
അന്ന് രക്തസാക്ഷികളായവർ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. രണ്ടാമത്തേത് ഡൊമീഷ്യൻ ചക്രവർത്തിയാണ്, AD 81 മുതൽ 95 വരെ. അന്ന് രക്തസാക്ഷികളായിട്ട് തീരേണ്ടി വന്നവർ ആണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഫ്ലേവിയസ് ക്ലെമൻസും ഭാര്യ ഡൊമിറ്റില്ലി. കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിരുന്നെങ്കിലും അവർ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നതിനാൽ അദ്ദേഹം ഇവരെ വധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിതിൽ പ്രധാനപ്പെട്ട ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ. അതിനർത്ഥം ഈ രണ്ടുപേര് മാത്രമേ അന്ന് രക്തസാക്ഷികളായിട്ടുള്ളൂ എന്നുള്ളതല്ല. പ്രധാനമായിട്ട് ചരിത്രത്തിൽ കണ്ടെത്തിയ പേരുകൾ നമ്മൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് ട്രാജൻ ചക്രവർത്തിയാണ്. AD 98 മുതൽ 117 വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് രക്തസാക്ഷികളായിട്ട് തീർന്നവരാണ് അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന ഇഗ്നേഷ്യസ്, റോമിലെ മെത്രാന്മാരായിരുന്ന ക്ലെമൻ്റ്, തെലസ്ഫോറസ്, ജെറൂസലേത്തിലെ മെത്രാനായിരുന്ന ഷിമയോൻ. അത് ട്രാജൻ ചക്രവർത്തിയുടെ കാലം. അപ്പോൾ നിങ്ങൾ ഈ ചക്രവർത്തിമാരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ചില പേരുകളൊക്കെ ഇച്ചിരി പാടാ ഓർത്തിരിക്കാൻ, എന്നാലും ഒന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് സൂക്ഷിക്കുക. നാലാമത്തെ ചക്രവർത്തി ആൻറ്റോണിയൂസ് പയസ്, 138 മുതൽ 161, AD 138 മുതൽ 161 വരെയുള്ള കാലഘട്ടം. അന്ന് രക്തസാക്ഷികളായിരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് മാർപ്പാപ്പമാരായിരുന്ന വിശുദ്ധ ഹിജിനൂസ്, പിയൂസ് ഒന്നാമൻ, മഹാനായ പോളികാർപ്പ്. ഇവരൊക്കെ ആൻറ്റോണിയൂസ് പയസിൻ്റെ കാലത്ത് രക്തസാക്ഷികളായവരാണ്. അടുത്ത ചക്രവർത്തി മാർക്കസ് ഔറേലിയൂസ്. മാർക്കസ് ഔറേലിയൂസ് 161 മുതൽ 180 വരെയുള്ള കാലഘട്ടം. അന്ന് രക്തസാക്ഷികളായി തീർന്നവരാണ് ലയൺസിലെ ഫൊത്തീനൂസും ജസ്റ്റിനും. അടുത്ത ചക്രവർത്തി സെപ്തമിയസ് സെവേരിയൂസ്, 193 മുതൽ 211 വരെയുള്ള കാലഘട്ടം. അദ്ദേഹം മാമോദിസ സ്വീകരിച്ചവരെയും അതിനായി ഒരുങ്ങുന്നവരെയും വളരെയധികം പീഡിപ്പിച്ചിരുന്നു. കാരണം ക്രിസ്ത്യാനി ആകാനായിട്ട് ഒരാൾ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പല രീതിയിൽ പീഡിപ്പിക്കുകയായിരുന്നു സെപ്തമിയസ് സെവേരിയൂസ്. അടുത്ത ചക്രവർത്തി മാക്സിമിൻ ട്രാസ്, AD 235 മുതൽ 238 വരെയുള്ള കാലഘട്ടം. സഭ അധികാരികളെ വധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതായിരുന്നു: സഭ അധികാരികൾ വധിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സഭ ഇല്ലാണ്ടായിക്കൊള്ളും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് മാക്സിമിയൻ ട്രാസ് ചക്രവർത്തി പ്രവർത്തിച്ചത്. അടുത്തയാൾ മാക്സിയൻ ഡേഷ്യസ്, 249 മുതൽ 251 വരെ. റോമൻ ദേവന്മാർക്ക് ആരാധന അർപ്പിച്ച് സർട്ടിഫിക്കറ്റ് നേടാത്തവരെ പീഡിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു വിളംബരം ഉണ്ടാക്കി. അതായത് റോമൻ ദേവന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നേടുന്നവരാണെങ്കിൽ അവരെ വെറുതെ വിടും, അല്ലെങ്കിൽ അവരെ വധിക്കും. അടുത്ത ചക്രവർത്തിയാണ് വലേറിയൻ ചക്രവർത്തി, 253 മുതൽ 260 വരെയുള്ള കാലഘട്ടം. അന്ന് രക്തസാക്ഷികളായവരാണ് വിശുദ്ധ സിപ്രിയാൻ, സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ, ഡീക്കൻ ലോറൻസ് തുടങ്ങിയവർ. ഡയോക്ലീഷ്യൻ ചക്രവർത്തി 284 മുതൽ 305 വരെയുള്ള കാലഘട്ടം. അന്ന് രക്തസാക്ഷിയായവരാണ് വിശുദ്ധ ആഗ്നസ്, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഫെലിക്സ്. അപ്പോൾ ഈ 10 ചക്രവർത്തിമാരുടെ പേരൊന്ന് ഓർത്തേക്കുക. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം സഭയുടെ ചരിത്രത്തിൽ സംഭവിക്കുന്നത് AD 313 അന്നത്തെ ചക്രവർത്തി ആയിരുന്നത് കോൺസ്റ്റന്റൈനാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. എന്നാൽ പിന്നീട് ആദ്യമായിട്ട് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായി മാറിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലന് ഈ ക്രൈസ്തവരുടെ ഈ ജീവിത നിലപാടുകളോടും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടുമൊക്കെ ഒരു വലിയ താല്പര്യം തോന്നുകയും അത് സ്വാഭാവികമായിട്ടും ചക്രവർത്തിയിലേക്ക് എത്തി. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി മാറി. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മിലാൻ വിളംബരം പ്രഖ്യാപിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ, ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അപ്പം അതോടുകൂടിയാണ് ശരിക്കും സഭയിൽ ഈ പറയുന്ന ഒരു സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടത്. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. വിശ്വാസത്തിൻ്റെ വീര സാക്ഷികളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. സ്ലീഹന്മാർ മുതൽ AD 313 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ കണ്ടത്. ഒത്തിരി പേര് ഈശോയെ പ്രതി അവരുടെ ജീവൻ ത്യജിച്ചിട്ടുണ്ട്. അവരിൽ ചിലരുടെയൊക്കെ പേരുകളാണ് നമ്മുടെയൊക്കെ മാമോദീസായിൽ നമുക്ക് ലഭിച്ചത്. അപ്പം നമ്മൾ ഓർക്കുക, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അനുദിനം ഈ വിശുദ്ധരെക്കുറിച്ച് ഓർക്കാനായിട്ടും ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിക്കാനായിട്ടും നമുക്ക് സാധിക്കണം. അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയും കൂടെ നിങ്ങൾക്ക് തരുവാണ്. ഓൺലൈൻ സംവിധാനങ്ങൾ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഒരു കൊളാഷ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ഈ കണ്ട പാഠത്തിൽ ആദ്യ ഭാഗത്ത് കണ്ടെത്തിയ ആദിമസഭയിലെ പ്രധാനപ്പെട്ട രക്തസാക്ഷികളുടെ ഫോട്ടോ എല്ലാം ചേർത്ത് വെച്ച് ഒരു കൊളാഷ് ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഒരു കുറിപ്പും കൂടെ എഴുതി അതുകൂടെ നിങ്ങളുടെ ടീച്ചറിന് ഇന്ന് അയച്ചു കൊടുക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.